രാജ്യമൊട്ടാകെയുള്ള 10 പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്ക് പുരോഗമിക്കുന്നു. ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിച്ച പണിമുടക്ക് കേരളത്തിൽ ശക്തമായി മാറിയിരിക്കുന്നുണ്ട്. ബുധനാഴ്ച രാത്രി 12 വരെയാണ് പണിമുടക്കിന് ആഹ്വാനം. ഇനി എന്തിനാണ് ഈ പണിമുടക്ക് നടക്കുന്നതെന്ന് ചോദിച്ചാൽ, കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ തൊഴിലാളി സംഘടനകളാണ് ഇത് നടത്തുന്നത്. പണിമുടക്കില്ലാത്ത ഒരേ ഒരു പ്രധാന തൊഴിലാളി യൂണിയൻ എന്ന് പറയുന്നത് BMS ആണ്. അതായത് RSS അനുകൂല സംഘടനയായ ഭാരതീയ മസ്ദൂർ സംഘ്. ഇത്തരം പണിമുടക്കുകൾ ഉണ്ടാകുമ്പോൾ നാം ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ? നമുക്ക് വേണ്ടി തന്നെയാണ്. ഓരോ കാലഘട്ടത്തിലും നമുക്ക് വേണ്ടുന്ന അവകാശങ്ങൾ നേടിയെടുത്തത് ഇതുപോലെയുള്ള പല സമര രീതികളിൽ നിന്നാണ്. കഴിഞ്ഞ 10 വർഷമായി തൊഴിലാളികളുമായി ചർച്ച നടത്താത്ത കേന്ദ്രത്തിന്റെ തൊഴിലാളി വിരുദ്ധ കർഷക ദ്രോഹ നടപടികൾക്കെതിരെ സംഘടിതമായാണ് ഈ പണിമുടക്ക്. തൊഴിലാളി വിരുദ്ധ 4 ലേബർ കോഡ് പിൻവലിക്കുക, മിനിമം വേതനം 26,000 രൂപയാക്കുക, പെൻഷൻ 9,000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, പൊതുമേഖലയുടെ സ്വകാര്യവൽക്കരണം തടയുക തുടങ്ങിയവയാണ് ഇപ്പോൾ നടക്കുന്ന ഈ പണിമുടക്കിന്റെ ആവശ്യം എന്ന് പറയുന്നത്. എന്നാൽ പണിമുടക്ക് കേരളത്തിൽ ബന്ദായി മാറി. KSRTC ബസ്സുകൾ അടക്കം നിരത്തിലിറങ്ങിയിട്ടില്ല. ചിലയിടത്ത് സർവീസ് നടത്താനുള്ള KSRTC ജീവനക്കാരുടെ ശ്രമം സമരാനുകൂലികൾ തടഞ്ഞിട്ടുണ്ട്. അതുപോലെ KSRTC നിരത്തിലിറങ്ങാതെ ആയതോടെ പൊതുഗതാഗതം തടസ്സപ്പെടുകയും ഹർത്താലിന്റെ പ്രതീതി ഉണ്ടാക്കുകയും ചെയ്തു. പണിമുടക്ക് ജനജീവിതത്തെ സാരമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ KSRTC സർവീസ് നടത്തുമെന്ന് പ്രഖ്യാപിച്ച ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനെ മണ്ഡലത്തിലടക്കം സമരാനുകൂലികൾ ബസ്സുകൾ തടഞ്ഞു. പലയിടത്തും തർക്കമുണ്ടായി. പോസ്റ്റ് ഓഫീസുകളുടെ പ്രവർത്തനം പോലും സമരാനുകൂലികൾ പലയിടത്തും തടഞ്ഞിട്ടുണ്ട്. KSRTC ഉൾപ്പെടെയുള്ള ബസ്സുകൾ സർവീസ് നടത്താത്തതിനാൽ ജനം വലയുന്നുണ്ട്. ചിലയിടങ്ങളിൽ പണിമുടക്കിൽ പങ്കെടുക്കാത്ത KSRTC ജീവനക്കാർ സർവീസ് നടത്താൻ ശ്രമിച്ചെങ്കിലും സമരാനുകൂലികൾ അത് തടഞ്ഞു. ഇത് പലയിടത്തും വാക്കേറ്റത്തിന് കാരണമാക്കി. സ്വകാര്യ ആവശ്യത്തിനുള്ള വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിരത്തിലുള്ളത്. കടകളും മറ്റു വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കുകയാണ്. പണിമുടക്ക് കേരളത്തിൽ ട്രെയിൻ സർവീസിനെ ബാധിച്ചിട്ടില്ല. റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ പോലീസ് മുൻകരുതൽ നടപടികൾ എടുത്തിട്ടുണ്ട്. നിരവധി സ്ഥലത്തും പോലീസുമായി സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ സമരാനുകൂലികൾ ബസ് തടഞ്ഞതോടെ പോലീസുമായി നേരിയ തോതിൽ വാക്കേറ്റം ഉണ്ടാകുകയാണ് ചെയ്തത്. സമരക്കാരെ തടഞ്ഞ പോലീസിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതോടെയാണ് സംഘർഷത്തിന് തുടക്കം കുറിച്ചത്. മലപ്പുറം മഞ്ചേരിയിലും പോലീസും സമരാനുകൂലികളും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സ്വകാര്യ വാഹനം സർവീസ് നടത്തിയത് തടഞ്ഞ സമരക്കാരെ ചോദ്യം ചെയ്തായിരുന്നു പോലീസുകാരെ തള്ളിയത്. രൂക്ഷമായ വാക്കേറ്റമാണ് അവിടെ ഉണ്ടായത്. അതുപോലെ ആലപ്പുഴയിൽ KSRTC സർവീസ് നടത്തുന്നില്ല. രാവിലെ നെടുമ്പാശ്ശേരിയിലുള്ള 2 ലോ ഫ്ലോർ ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നു. ചമ്പക്കുളം വള്ളംകളി നടക്കുന്നതിനാൽ ഈ റൂട്ടിൽ സർവീസ് നടത്തിയേക്കുമെന്നാണ് പറഞ്ഞത്. പോലീസ് നിർദ്ദേശമനുസരിച്ച് മാത്രം തീരുമാനം. ദീർഘദൂര ബസ്സുകൾ കടന്നുപോകുന്നുണ്ട്. ആലപ്പുഴയിൽ ജലഗതാഗത വകുപ്പിൽ ബോട്ടുകൾ സർവീസ് നടത്തുന്നില്ല. കൊല്ലത്ത് പോസ്റ്റ് ഓഫീസ് ജീവനക്കാരെയും CITU തടഞ്ഞു. ജീവനക്കാർ എത്തിയെങ്കിലും ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലെ ഗേറ്റ് തുറക്കാൻ ഇവർ അനുവദിച്ചില്ല. പോലീസും സമരക്കാരും തമ്മിൽ വാക്കേറ്റമുണ്ടാകുകയും കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം പണിമുടക്ക് അനുകൂലികൾ വാഹനങ്ങൾ തടയുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നിലവിൽ പണിമുടക്കിനെ സംബന്ധിച്ചുള്ള സംസ്ഥാനത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ.